എത്രയോ വർഷങ്ങൾ പോരാട്ടം നടത്തിയതിനു ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ, എത്രയോ തവണ നടന്ന ദണ്ഡിയാത്രകൾക്ക് ശേഷം രാജ്യം ജയിച്ചതുപോലെ നമുക്കും അവസാനം ആവനിയെ തോൽപ്പിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റി. ആവനി എന്തായാലും നന്നായിട്ട് പെട്ടിട്ടുണ്ട്. തുപ്പാനും ഇറക്കാനും വയ്യാതെ തൊണ്ടയിൽ എന്തോ കുരുങ്ങിയതുപോലെ അവള് പെട്ടുപോയില്ലേ? നിന്നില്ലെന്നല്ല, നിന്നുകൊണ്ടേയിരിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഞങ്ങളുടെ അനിയനെ കല്യാണവും കഴിച്ച് ഞങ്ങളെല്ലാം ഭരിക്കണമെന്നായിരുന്നു അവൾക്ക്. അലമാരയുടെ താക്കോല് സാരി തലപ്പിൽ കെട്ടിയിട്ട് മഹാറാണിയെ പോലെ ഇവിടൊക്കെ നടക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അത് തീർന്നു കിട്ടി. ആവനിയുടെ സീനങ്ങ് കട്ടായി. നമ്മള് പക്ഷെ ആഘോഷങ്ങളൊന്നും തുടങ്ങാറായിട്ടില്ല. ആവനിയെ നമുക്കങ്ങനെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. എന്താണെന്ന് വച്ചാ, ജയിച്ച് നിൽക്കുന്നവരെക്കാൾ തോറ്റു നിൽക്കുന്നവർക്ക് ജയിക്കാനുള്ള വാശി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കുന്നത് നല്ലതാ. പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 തുടങ്ങാൻ പോവാ. ആ കല്യാണം കൂടി നടന്നു കഴിഞ്ഞാൽ ആവനിയുടെ ജീവിതത്തിന് എക്കാലവും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കണ്ണീർ കായലിലേതു ഒരു കടലാസിന്റെ തോണി. എനിക്കാണെങ്കിൽ ശ്രീകരന്റെ അവസ്ഥ കാണുമ്പോ ശരിക്കും ചിരിയാ വരുന്നത്. അതെന്താ? എല്ലാം മറക്കുന്നതിന് മുമ്പ് വികാസിന് ഭയങ്കര സംശയമായിരുന്നു ചേട്ടന്. ഏട്ടനിപ്പോ എല്ലാം മറന്നുപോയതിനു ശേഷം വികാസിന്റെ തോളില് കൈയിട്ടാ നടക്കുന്നേ. കൂടെ നിന്ന് അവരുടെ മുഹൂർത്തവും കുറിച്ചു കൊടുത്തു. എങ്ങാനും ചേട്ടൻ നോർമലായിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നോ? ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് നിർത്തിവെച്ചന്. ആ പറഞ്ഞത് സത്യം. ചോറിലെ കല്ല് പോലെ നമ്മുടെ മുമ്പിൽ എപ്പോഴും ആ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ശ്രീകരന് കഴിഞ്ഞതെല്ലാം ഓർമ്മ വരുന്നത്. കഴിഞ്ഞതെല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞ ഇപ്പൊ നടക്കുന്നതെല്ലാം എറേസായി പോവും. അപ്പൊ ആവണിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലിട്ട പാട്ട് നിനക്കിട്ട് തരേണ്ടി വരും. കണ്ണീർ കായലിലേതോ ഒരു കടലാസിന്റെ തോണി. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും പൃഥ്വിരാജ് എന്ന് പേര് വെക്കാതെ തേങ്ങാന്ന് വെക്കണമായിരുന്നു. തേങ്ങയോ? അതേ അച്ഛാ, കയ്യാലപ്പുറത്ത് തേങ്ങ. അതെന്താ? കുറച്ചു നേരം അങ്ങോട്ടും കുറച്ചു നേരം ഇങ്ങോട്ടും ചേർന്നല്ലേ സംസാരം. നിങ്ങൾ ഈ സംസാരം നിർത്ത്. 6-ാം തീയതി ആകുന്നതുവരെ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ. ഇനി ആവനിയുടെയും വികാസിന്റെയും കല്യാണം മുടങ്ങാനുള്ള ചാൻസ് 99% പോലുമില്ല. ആ 1% എവിടെയോ കിടപ്പില്ലേ നിഹാരിക? നിർത്തുമോളെ, നിർത്തുക. സമാധാനപ്പെടുമോളെ. എന്താ മോളുടെ പ്രശ്നം? എന്താ ഇത്ര ദേഷ്യം? പറയൂ മോളെ. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളും നേരിട്ട് ചോദിച്ച ആഗ്രഹങ്ങളും ഈ ദൈവത്തിന് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ അമ്പലമണികളുടെ ശബ്ദമെങ്കിലും അദ്ദേഹത്തിന്റെ ചെവിയിൽ കേൾക്കട്ടെ എന്ന് കരുതി അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് ഇളക്കാൻ വേണ്ടി ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. എന്റെ വേദനയും എന്റെ പരാതിയും ആ ദൈവത്തിന്റെ ചെവിയിൽ വീഴാൻ വേണ്ടിയാ ഈ പ്രയത്നം മുഴുവനും. മോൾ അനുഭവിക്കുന്ന വേദനയും സാക്ഷാൽ ആ പരമശിവന്റെ മേൽ മോൾ കാണിക്കുന്ന ദേഷ്യത്തിന്റെ കാര്യവും എന്നോട് പറഞ്ഞോളൂ മോളെ. ഞാൻ വരങ്ങൾ തരാനുള്ള ശക്തി ഇല്ലാത്തവനാണെങ്കിലും പരിഹാരമാർഗങ്ങൾ കാണിച്ചു തരാൻ എനിക്ക് കഴിയും. എന്റെ ജീവിതം പോകുന്നത് എങ്ങോട്ടാണെന്നോ, അവസാനം ഏതെങ്കിലും ചുഴിയിൽ വീട് പെട്ടുപോകുമെന്നോ
മനസ്സിലാകാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത് സ്വാമി. ഒരു ഭാര്യയായി എന്റെ ജീവിതം ആരംഭിച്ച സമയം തൊട്ട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെക്കാളേറെ വിഷമങ്ങളെ സഹിച്ച നിമിഷങ്ങളെ കൂടുതലും എല്ലാം ഞാൻ നേരിട്ട് വന്നതാ സ്വാമി. ഇപ്പോഴും നേരിട്ടുകൊണ്ടേയിരിക്കുക. എന്നിട്ട് പോലും എന്റെ ജീവിതത്തെ എന്തോ ഗ്രഹണം ബാധിച്ചതുപോലെ വീണ്ടും വീണ്ടും വിഷമങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. എന്നിൽ നിന്നും എന്റെ ഭർത്താവിനെ അടർത്തി മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ ഞാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് നേരിട്ടത്. ശ്രീകരൻ മെമ്മറി ലോസ് ആണ്. അവന് മറ്റാരുമല്ലടാ, നിന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോളാ, ഞങ്ങളുടെ അനന്തരവളാ. നിന്റെ മുറപ്പെണ്ണാണടാ അവള്. വരുന്ന മാസം 6-ാം തീയതി രാത്രി 9 മണിക്ക് ആവനിയുടെയും വികാസിന്റെയും വിവാഹം. ഒരു വശത്ത് എന്റെ കഴുത്തില് താലിയില്ല, മറ്റൊരു വശത്ത് താലി കെട്ടാൻ വേണ്ടി മറ്റൊരു മനുഷ്യൻ തയ്യാറായി നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല സ്വാമി. പരിഹാര മാർഗം കാണിച്ചു തരണം. മംഗല്യത്തിന്റെ കാര്യത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഓർത്തു നോക്കൂ മോളെ. ഈ താലിയിൽ നിന്റെ ഭർത്താവിന്റെ ആയുസ്സുണ്ട്. അതിലെ ഓരോ കെട്ടിലും അവന്റെ ശ്വാസവും അടങ്ങിയിട്ടുണ്ട്. നീ ഇതെപ്പോൾ നിന്റെ കഴുത്തിൽ നിന്ന് അഴിക്കുന്നുവോ അപ്പോൾ മുതൽ പ്രാണപരീക്ഷ അവനെ വേട്ടയാടും. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം 100 വർഷം ശക്തമായി നിർത്തുന്ന പവിത്രമായ ആ താലി ഇപ്പോൾ നിന്റെ ഹൃദയത്തോട് ചേർന്നില്ലാത്തതുകൊണ്ടാണ് നിന്റെ ഹൃദയം നിറയെ മല പോലെ ഭാരം നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് നീ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്നത്. നിന്റെ താലി നിന്റെ കഴുത്തിൽ തിരികെ എത്തണം. താലി നിന്റെ കഴുത്തിലുണ്ടെങ്കിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും നിന്റെ ഭർത്താവിനെ നിനക്ക് നഷ്ടാവൂല. നിന്റെ ശ്രീരാമരക്ഷ അതാണ് മോളെ. സീതയേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ച മറ്റാരാണ് ലോകത്തുള്ളത്? പ്രയാസം നിറഞ്ഞ കടലിൽ നിന്നും പുറത്തു വന്ന് ആ ദേവി ലോകത്തിന് അടയാളമായി തന്നെ മാറിയില്ലേ? മോള് ധൈര്യമായിരിക്കൂ. പ്രയാസങ്ങൾ നിന്റെ വീട്ടുപടിക്കൽ വരുന്നത് നിന്റെ ശക്തി നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. ചെല്ല്, പൊയ്ക്കോ. പോയി നിന്റെ താലി എവിടെയാണ് കളഞ്ഞു പോയതെന്ന് അന്വേഷിക്കൂ. എന്നിട്ട് കണ്ടെത്തണം. എല്ലാം ശുഭമായി തന്നെ ഭവിക്കും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശ്രീകരേട്ടനെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ച ആ സ്ഥലത്ത് എന്റെ താലി പോയി കാണും. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെടണം. എന്റെ താലി എനിക്ക് തിരിച്ച് കണ്ടെത്തിയേ പറ്റൂ. ശുഭകാര്യങ്ങൾ വരുമ്പോ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് നല്ലതാ വേദ. എല്ലാവരും പെട്ടെന്ന് വന്നേ. എന്താ അമ്മമ്മേ? എന്തെങ്കിലും ക്ലാസ് എടുക്കാനാണോ അമ്മേ? പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ആ, അപ്പൊ ക്ലാസ് അല്ലെന്ന് സാരം. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോ അതെന്തെങ്കിലും വലിയൊരു കാര്യം തന്നെയാവും. അവനെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. അവൻ ഇവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞോളും. ഇപ്പൊ കാര്യം എന്താണെന്ന് പറയേ. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈ 2 കല്യാണങ്ങളും ഒരേ തീയതിയിൽ ഒരേ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ തീരുമാനിച്ചതുകൊണ്ട് കല്യാണം ആഘോഷമായിട്ട് നടത്തുന്ന കാര്യത്തില് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു എല്ലാവരെയും.
എന്റെ കല്യാണവും രാധാകൃഷ്ണന്റെ കല്യാണവും നടത്തിയ പോലെ അങ്ങ് നടത്തിയ പോരെ. ഇതിലിപ്പോ അഭിപ്രായ പ്രകടനമൊക്കെ എന്തിനാ? അന്നത്തെ അവസ്ഥ വേറെയല്ലേ, ഇന്നത്തെ അവസ്ഥ മറ്റൊരു തരത്തിലും. അന്നുള്ളതിനേക്കാൾ ഇപ്പൊ ബന്ധുക്കളുടെ എണ്ണവും ഒരുപാട് കൂടിയില്ലേ. ഞങ്ങളുടെ കല്യാണം പോലെ വികാസിന്റെ അവനിയുടെ കല്യാണം ഒരു കുറവും ഇല്ലാതെ നടത്തണം അമ്മേ. അബദ്ധത്തിൽ പോലും ഒരു കുറവും വരുത്തില്ല ശ്രീകർ. കഴിഞ്ഞതെല്ലാം മറന്നുപോയാ ഒരുപാട് ലാഭം ഉണ്ടാവും എനിക്കറിയില്ലായിരുന്നു. എനിക്കും തലയ്ക്കൊരു അടി കിട്ടിയിരുന്നെങ്കിൽ ഈ വസന്തനെ എടുത്ത് മാറ്റായിരുന്നു. കെട്ടിയൊന്ന് അടിക്കുന്ന അടി കണ്ടില്ലേ? അത് ശരി, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് വാ. കല്യാണത്തിന് നല്ല DJ പാർട്ടി വേണം. ഞാൻ കളിക്കുന്ന ഡാൻസ് വൈറലാവണം. എന്റെ സൈഡിൽ നിന്നുള്ള ഒരേ ഒരു റിക്വസ്റ്റ്. അതാ ദേ ആവനിയും എത്തിയല്ലോ. വാ മോളെ. കുട്ടുതട്ട മണവാട്ടി വന്നാട്ടേ, വലത് കാല് വെച്ചകത്ത് വന്നാട്ടേ. എല്ലാവർക്കും മണവാട്ടിയെ പാട്ടുപാടി വിളിക്കാം. കോറസ് പാട് വസന്ത. കൊട്ടമിട്ട മണവാട്ടി വന്നാട്ടേ, വലത് കാല് വെച്ച് കേറി വന്നാട്ടേ. നീ എന്താ മോളെ വിഷമിച്ചു നിൽക്കുന്നേ? എനിക്കൊരു കുഴപ്പമില്ലമ്മേ. എവിടെ പോയിരുന്നു മോളെ? ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു അച്ഛാ. കല്യാണ മുഹൂർത്തമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാ ഏതൊരു പെണ്ണിനും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. നിഹാരികയെ പോലെ. അവനെ കണ്ട എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയാ തോന്നുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും കല്യാണങ്ങൾ എങ്ങനെ നടത്തണമെന്ന് ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗിലായിരുന്നു ആവനി. കല്യാണക്കാര്യത്തില് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ മോളെ. എന്താണെന്നോ, നിന്റെ കല്യാണത്തിൽ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലെന്ന് ശ്രീകർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. താലി നിന്റെ കഴുത്തിലുണ്ടെങ്കിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും നിന്റെ ഭർത്താവിനെ നിനക്ക് നഷ്ടാവൂല. നിന്റെ ശ്രീരാമരക്ഷ അതാണ് മോളെ. ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ ആദ്യം എനിക്ക് ഗ്രാമത്തിലെത്തണം. അവനീ മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ടെങ്കിലും ശരീരം കൊണ്ട് വേറെ എവിടെയോ ആണല്ലോ. അവനി എന്താ ആലോചിക്കുന്നു മോളെ? എന്താ മോളെ പറ്റിയത്? എനിക്ക് ഉടനെ തന്നെ ഗ്രാമത്തിലേക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ഗ്രാമത്തിലോ? അതെ അമ്മേ, അതും എനിക്കങ്ങോട്ട് ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹം. എന്തു പറ്റി മോളെ? ഇപ്പൊ ഗ്രാമത്തില് പ്രത്യേകിച്ച് ഉത്സവമോ ആഘോഷങ്ങളോ ഒന്നും നടക്കുന്നില്ലല്ലോ. അങ്ങനെ എന്തേലൊക്കെ ആണെങ്കില് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവായിരുന്നല്ലോ. കൂടാതെ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് പോയ ദിവസം ശ്രീകരൻ അങ്ങനെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതാരും ഇതുവരെ മറന്നിട്ടുമില്ല. നിന്ന നിൽപ്പിന് ഇപ്പൊ അങ്ങോട്ട് പോവാനുള്ള ആഗ്രഹം എങ്ങനെയാ വന്നത്? എനിക്കെന്തോ അങ്ങോട്ട് പോകണമെന്ന് തോന്നി. കള്ളം. നീ ഞങ്ങളോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ഒരു സംശയവും ഇല്ല. എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കാരണമില്ലാതെ ആവനെ അങ്ങോട്ടേക്ക് പോവേയില്ല. കള്ളം പറയുന്നത് എന്തിനാ അവനി? ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞൂടെ? ഉള്ളതുപോലെ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മിണ്ടായിരിക്കെ, ഞാൻ ചോദിച്ചോളാം. അവിടെ വെച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ അവനി? നഷ്ടപ്പെട്ടു പോയി ചേട്ടാ. വളരെ വിലപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടു പോയി. പറയോ അവനി? എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ മോളെ. അവിടുത്തെ കർഷകരെ ഒന്ന് ഫോൺ ചെയ്ത് കിട്ടി എടുത്തു വെക്കണമെന്ന് പറഞ്ഞേക്കാം. മോളോട് ചോദിച്ചിട്ട് നീ എന്താ മറുപടി പറയാത്തത്? അങ്ങനെ ഒരു പ്രശ്നമില്ലമ്മേ.
പിന്നെ എന്തേ നിനക്കിപ്പോ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവാൻ തോന്നാൻ? ആ ഗ്രാമത്തിലെ ദേവി ഉണ്ടല്ലോ, അവിടെ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. എന്തു പ്രാർത്ഥനയാ? ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ കല്യാണം നടക്കണമെന്ന്. എന്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളാവണമെന്നോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വരാന്ന് കരുതിയിട്ടാ. അച്ഛനും അമ്മയും കല്യാണം ഗംഭീരായിട്ട് നടത്തും. അതിലിനി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനായിട്ട് മാത്രം എന്താ ഉള്ളേ? കൂടാതെ വികാസ് വളരെ നല്ലവനാ, ശ്രീകരനെ പോലെ നല്ല മനസ്സുള്ളവനാ. അത്ര ദൂരത്ത് പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താ മോളെ? എനിക്ക് പോകണം അച്ഛാ. അന്ന് നമ്മള് ഏട്ടനെങ്ങനെ സംഭവിച്ച ടെൻഷനിൽ പെട്ടെന്ന് പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് പോകുമായിരുന്നില്ല. ശരി, അവൾ അങ്ങോട്ട് പോയി വരട്ടെ. എന്താണെന്ന് വെച്ചാ ദൈവത്തിന്റെ കാര്യത്തില് ഓരോരുത്തർക്കും ഓരോ വിശ്വാസല്ലേ. അവനിപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഞാൻ പോവാൻ നോക്കട്ടെ. എന്തിനാ നീ ഒറ്റയ്ക്ക് പോകുന്നേ? ഞങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ നിന്റെ കൂടെ വരാലോ. ആര് കൂടെ വന്നാലും ഞാൻ പോകുന്നത് എന്റെ താലി അന്വേഷിച്ചാണെന്നുള്ള കാര്യം പുറത്തു വരും. താലി കെട്ടിക്കഴിഞ്ഞാ ഇവരുടെ മുന്നിൽ വെച്ചത് കഴുത്തിലിടാൻ കഴിയില്ല. നിഹാരിക പറഞ്ഞ പോലെ എന്തിനാ നീ ഒറ്റയ്ക്ക് പോകുന്നേ? ഇവിടുന്ന് ആരെങ്കിലും കൂട്ടിന് കൊണ്ടുപോ. ഞാനും കൂടെ വരണോ? നിങ്ങൾ ഇങ്ങനെ പോവാനാ ശ്രീകരേട്ടാ? ഓൾറെഡി ഇപ്പൊ ഏട്ടന്റെ കണ്ടീഷൻ ശരിയല്ല. ഇങ്ങനത്തെ സമയത്ത് പോവാൻ പാടില്ല. അതെ ശ്രീകർ, നീ പോകരുത്. പിന്നെ നീ വീണ്ടും അങ്ങോട്ട് ചെല്ലുന്ന കാര്യം ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞാ കൊല്ലാനും മടിക്കില്ല അവര്. ആരും എന്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ട മോളെ, ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ട്. ഞാൻ പോയിക്കോളാം വേദവതി അമ്മേ. എന്റെ ഭാര്യയാകാൻ പോകുന്നവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്നെക്കാൾ ഇതിന് അർഹതയുള്ള ആരെങ്കിലും ഉണ്ടോ? അവണി പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയും ആവുമ്പോ ഞാൻ തന്നെ കൊണ്ടുപോയി കൂടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നോളാം. അതുപോരെ അവണി? നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോയിട്ട് വന്നോളാം. ഇതിലെന്താ ബുദ്ധിമുട്ട്? ഇതെന്റെ കടമയല്ലേ. ഭർത്താവിന് വേണ്ടിയായതുകൊണ്ട് ഭാവി ഭർത്താവിന്റെ കൂടെ പോകുന്നത് നല്ലതാ മോളെ. അതെ മോളെ, വികാസിന്റെ കൂടെ പോകുന്നതാ സേഫ്. പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. ഇനി എന്താ ആലോചിക്കുന്നത്? വികാസിന്റെ കൂടെ നീ കാറിലൊന്നും പോയിട്ടില്ലേ? വികാസിന്റെ കൂടെ പോവാനും നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിന്നെ സംശയിക്കേണ്ടി വരും. എനിക്ക് മറ്റൊരു മാർഗമില്ല. വികാസിന്റെ കൂടെ ഇറങ്ങാതെ വഴിയില്ല. വികാസിന്റെ കൂടെ പോയി ഞാൻ എന്റെ താലി തിരികെ കണ്ടെത്തിക്കോളാം. ഇറങ്ങിക്കോളൂ മോളെ. പോകണമെന്ന് പറഞ്ഞത് നീയാ. പോകാൻ അനുവാദം തന്നാൽ വേണോന്ന് ആലോചിക്കുന്നത് നീയാ. ഇതെന്തിനാണെന്ന് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല. അവണി ഒന്ന് വേഗം ഇറങ്ങ്. ഇരിക്കും മോനെ. വികാസിന് കോഫി കൊണ്ടുപോവാ മോളെ. ഞങ്ങളുടെ കല്യാണത്തിന്റെ കൂടെ നിങ്ങളുടെ കല്യാണ മുഹൂർത്തം കൂടെ ഫിക്സ് ചെയ്തുകൊണ്ട് വികാസ് വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലോ. അതെ ബ്രോ, അവണിയെപ്പോലെ ഒരു കുട്ടിയെ ഭാര്യയായി കിട്ടുന്നത് ചെറിയ കാര്യാ. എന്താ എങ്ങനെ നോക്കുന്നേ? തന്നെ കാണുമ്പോ ചില കാര്യങ്ങളൊക്കെ പറയാൻ തോന്നുക. എന്താ അത്? അവനി എന്നതിന്റെ അർത്ഥം ഭൂമി എന്ന. തനിക്ക് ഭൂമി ദേവിയോളം ക്ഷമയുണ്ട്, ലക്ഷ്മി ദേവിയോളം ഐശ്വര്യവും ഉണ്ട്, നല്ലൊരു മനസ്സും ഉണ്ട്. എന്ത് കാര്യത്തിലാണെങ്കിലും
ഒരു കുറവുകളും തന്നെ പറ്റി പറയാനുമില്ല. എന്നെ കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ തിരിച്ചു കിട്ടുന്ന പോലെ തോന്നും ഏട്ടാ. നിന്നെക്കുറിച്ച് വീണ്ടും വീണ്ടും എനിക്ക് പറയാൻ തോന്നുക. നമ്മുടെ കല്യാണം കഴിഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഏട്ടാ? അതുകൊണ്ടാണ് നിങ്ങൾ എത്രയൊക്കെ അടുക്കുന്നത്.